ഹലോ, എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് തന്നെയാണ്. ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ക്രീമാണ്. ഞാൻ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് പൗഡർ മാത്രം യൂസ് ചെയ്തായിരുന്നു. നമ്മൾ എന്തിട്ട് കൊടുക്കുമ്പോൾ കഴുത്തത്തോട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ, ഞാനിവിടെ മറ്റേതുപോലെ തന്നെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ക്രീമും പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ. പൗഡറും ഞാൻ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. പൗഡർ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് വരാവേ. അപ്പോൾ അതേ ഞാൻ പൗഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നത്തെ പോലെ പിരിയ എഴുതി കൊടുക്കാമേ. പിരിയ ഞാൻ എഴുതുന്ന ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധാ ബ്രഷ് തന്നെയാണ്. നമ്മൾ അടുത്തുള്ള കടയിലൊക്കെ കിട്ടുന്ന 10 രൂപയുടെ ബ്രഷ് തന്നെയാണ്. ബ്രഷ് അല്ല, പെൻസിൽ. പിരിയ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് എന്തോ ഒരു ഡിഫറൻസ് വരും കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് ട്രൈ ചെയ്ത് നോക്കണം. പിരിയ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഇത് വരും. നമ്മുടെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്ത് വരുന്ന പോലെ തോന്നും. പിരി എഴുതുമ്പോൾ നമ്മൾ പെൻസിലൊന്ന് നൈസായിട്ടൊന്ന് പിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഒത്തിരി ഇതായിട്ട് പിടിക്കില്ല, നൈസായിട്ടൊന്ന് പിടിക്കുക ചെയ്യാതെ. ഓക്കെ, നമ്മൾ പിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിരിയും ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ചീകിയും കൂടെ കൊടുക്കുവാണേ. ഓക്കെ, അപ്പോൾ ഞാൻ പിരിയ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതാമേ. ഞാനിപ്പോൾ ഇന്നത്തെ ലുക്കിൽ ഞാൻ ഐലൈനർ ജസ്റ്റ് മോളി മാത്രം ഒന്ന് എഴുതുന്നേ ഉള്ളൂ. ഐലൈനർ എഴുതാനെടുത്തപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഐ ഷാഡോയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന്. ക്രിസ്മസ് മേക്കപ്പ് ലുക്കൊക്കെ അല്ലേ, ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു റെഡ് പോലെ തോന്നിക്കുന്ന ഒരു ഐ ഷാഡോ നമുക്ക് കണ്ണിൻ്റെ മേളിൽ കൊടുക്കാമേ. ഞാൻ ഇപ്പോൾ ഈ ഒരു റെഡാണ് എടുക്കുന്നത്. ഞാനതിൻ്റെ ബ്രഷ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് മേളിലൊന്ന് കൊടുക്കുവാണ്. ജസ്റ്റ് ഭയങ്കര പൗഡറിൻ്റെ പോലെ ഇതാണ്. ഇത് കാരണം ഇച്ചിരി പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ കുറേ ബുദ്ധിമുട്ടി. കറക്റ്റ് റെഡ് കളർ വരുന്നില്ലായിരുന്നു. അത് കാരണം ഞാൻ കുറച്ച് ഏറെ കോട്ടിട്ടിട്ടുണ്ട്. പിന്നെ അറിയാൻ പറ്റുന്നില്ല, അത് അങ്ങനത്തെ ഒരു റെഡാണ്. ഞാനിപ്പം കുറച്ച് ഇപ്പുറത്തൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമല്ലേ, അപ്പോൾ ജസ്റ്റ് കളർ ഒത്തിരി കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. പക്ഷേ എത്ര ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു കളറേ വരുന്നുള്ളായിരുന്നു കേട്ടോ. ഇത് പഴയ ഒരു ഐഷാഡോ പാലറ്റാണ്, പിന്നെ അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടെ ചുമപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ മതി, നമുക്ക് ലൈറ്റായിട്ട് മതി. ജസ്റ്റ് ഒരു വഴിക്ക് പോകല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഇച്ചിരി കൂടെ എടുത്തൊന്ന് തൂക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ച് വേണ്ട, മതിയെന്ന് വിചാരിച്ചു. നമുക്ക് ഐലൈനർ എഴുതാവേ. ഇനിയിപ്പോൾ താഴെ എഴുതുന്നില്ല കേട്ടോ, മേടെ മാത്രം വാലിട്ട് ഒരു പിങ്ക് ലൈൻ പോലെ വാലിട്ട് എഴുതുവാണ്. നമ്മൾ കഴിഞ്ഞ മേക്കപ്പ് ലുക്കിലെ താഴെ മേളിൽ എഴുതിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അത് ഞാൻ സിമ്പിളായിട്ട് പൗഡർ മാത്രം യൂസ് ചെയ്ത് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് മേളിൽ മാത്രം ചെയ്തിട്ടൊരു വാല് ഇട്ട് കൊടുക്കുന്നുള്ളേ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി, എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടോ. ഇത് ഞാൻ വാലൂടെ ഇടുവാണേ. ഓക്കെ, എനിക്കെൻ്റെ കറുപ്പ് ഇച്ചിരി പോരാന്ന്, അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കറുപ്പിക്കുന്നുണ്ട്. ഒത്തിരി കട്ടിക്കൊന്നും എഴുതിയിട്ടില്ല, ലൈറ്റായിട്ടൊരു മാത്രം എഴുതിയിട്ടുള്ളേ.
ഇനി നമുക്ക് ഇപ്പുറത്തെ കണ്ണിലൂടെ അതുപോലെ എഴുതി കൊടുക്കാമേ. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണേ. ഒത്തിരി പോരായ്മകളുണ്ടായിരിക്കും, എന്നാലും ഒന്ന് ക്ഷമിക്കണം, പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ. നമുക്ക് ഈ കണ്ണിലൂടെ ഒരു വാലിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ പോരായ്മകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഇന്നർ കോർണറിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നീട്ടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത്. കണ്ണിനപ്പോൾ ഒരു ഇച്ചിരി നീളം തോന്നിക്കേ. പിന്നെ അത്ര ബ്ലാക്ക് ഇല്ലാത്തൊരു ഐലൈനർ കേട്ടോ. കുറച്ചായിട്ട് എൻ്റെ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇതിന് വലിയൊരു ജെറ്റ് ബ്ലാക്ക് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക്. ഇത് ഞാൻ മസ്കാര ഇടുന്നുണ്ട്. ഞാൻ ഐലൈനർ കൊണ്ട് തന്നെയാണ് മസ്കാര ഇടുന്നത്. നല്ലൊരു ഐഡിയ കേട്ടോ. മസ്കാരയൊക്കെ വാങ്ങാൻ പറ്റാത്തതൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ താഴെയും കൂടെ ഒന്ന് ഇടുന്നുണ്ട്, കാരണം ഓൾറെഡി പൗഡറൊക്കെ ആയിട്ട് നമ്മുടെ കൺപീലിയുടെ കളറേ ഒരു വെള്ള പൗഡറൊക്കെ അതൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കളയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. നമുക്കിപ്പുറത്തും അതുപോലെ ഒന്ന് നമ്മുടെ ഐലൈനർ മസ്കാര ഇട്ട് കൊടുക്കാം. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാറ്. സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ കണ്ണെഴുതാറില്ല, എന്നാലും എഴുതുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇച്ചിരി കൂടെ ഒരു നമുക്ക് കൺപീലിയൊക്കെ ഒന്ന് ഒരു ഭംഗിയായിട്ട് കിട്ടും. ഓക്കെ, കണ്ടോ ആ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൺപീലികളെല്ലാം. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും ഞാൻ വീണ്ടും പറയാം, എന്തെങ്കിലും പോരായ്മകളുണ്ട്, അത് ക്ഷമിക്കണം. അപ്പോൾ ഓക്കെ, കണ്ണിൻ്റെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ് ബാം ഇടാം. ഞാനിവിടെ ലിപ്സ്റ്റിക്ക് ഇടുന്നില്ല, ലിപ് ബാമാണ്. ഞാൻ അങ്ങനെ പൊതുവെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല, ലിപ് ബാം. ഇതിൽ അത്യാവശ്യം കളറും ഉണ്ട്, അപ്പം പിന്നെ ഞാൻ ലിപ് ബാമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി ടിൻറ്റഡ് ആയിട്ടുള്ള കളറുടെ ലിപ് ബാമാണ്. നമുക്ക് കളർ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇച്ചിരി കൂടെ ഒക്കെ കോട്ടിട്ട് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും. ലോങ് ലാസ്റ്റിംഗ് ഒന്നും വലുതായിട്ടല്ല, എന്നാലും അത്യാവശ്യം എനിക്ക് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ എൻ്റെ ബ്യൂട്ടി സ്പോട്ട് ഒന്ന് കറുപ്പിച്ച് കൊടുക്കട്ടെ. ടാറ്റു ചെയ്തൊന്നും അല്ല കേട്ടോ, നേരത്തെ മേലെ ഉള്ളത് ബ്യൂട്ടി സ്പോട്ടാണ്. ഇനി നമുക്കൊരു എന്നാ ചെയ്യുക, ഇനി അടുത്തത് നമുക്കൊരു പൊട്ട് തൊടാം അല്ലേ. പൊട്ട് തൊടുന്ന ഇവിടെ ഞാൻ റെഡ് പൊട്ട് എടുക്കുന്നുണ്ട്. ആ റെഡ് പൊട്ട് എടുത്ത് നമുക്ക് തൊട്ട് നോക്കാം. ഓക്കെ, ആ റെഡ് പൊട്ട് ഞാൻ തൊട്ടിട്ടുണ്ട്. വലുതായിട്ട് അറിയുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തിരി അങ്ങനെ ഒരുങ്ങാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പൊട്ട് തൊട്ടത്. ഒരുങ്ങുന്നവർ കാണും, എന്നാലും നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ചുമപ്പ് കമ്മലുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പുറത്തേക്ക് അതിലും കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വലിയൊരു ടാസ്ക് വരുന്നത് കേട്ടോ. എന്താ അത്? ഓഫ്കോഴ്സ് തലമുടി കെട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റായെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് എങ്ങനെ മുടി സ്റ്റൈൽ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ചീപ്പൊക്കെ എടുത്ത് മുടി ഒന്ന് ചെയ്യുവാണ്. പിന്നെ ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് എനിക്കൊരു ഐഡിയ കിട്ടിയത്, ഇവിടെ ഇങ്ങനെ റായ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ വിചാരിച്ച് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഈ ബോ വെച്ച് ഇങ്ങനെ ഇടുന്നത്. പിന്നെ ഈ വാച്ച് കെട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ എനിക്കിങ്ങനെ ബോ വെക്കുന്നത് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബോ വെച്ചത്. എങ്ങനെയുണ്ട്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ പറയണത്. ഇതിൻ്റെ കൂടെ ഞാൻ റെഡ് പേഴ്സ് എടുത്തിട്ടുണ്ട്, ചെറിയ പേഴ്സാണ് എടുത്തത്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഉമ്മ. സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ഓക്കെ.